ഇന്ന് ക്രൈസ്തവ ചിന്തയുടെ വീഡിയോ വിഭാഗമായ CC വിഷനിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് മുമ്പ് പലപ്പോഴും നമ്മോട് സംസാരിച്ചിട്ടുള്ള വർഗീസ് ചാക്കോ അവറുകളാണ്. മുഖവുരയായിട്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോയിൽ പെന്തക്കോസ്ത് സമൂഹത്തിന് അർഹമായൊരു പരിഗണന ഗവൺമെന്റിൽ നിന്നോ ഇതര പൗരോഹിത്യ സഭകളിൽ നിന്നോ കിട്ടുന്നില്ല എന്ന ഒരാരോപണം നിലനിൽക്കുകയാണ്. അതിന്റെ വിശദീകരണമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തത്. ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടന്ന കന്യാസ്ത്രീമാരെയൊക്കെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ രാഷ്ട്രീയക്കാരും സഭാ നേതൃത്വം കാണിച്ച ശുഷ്കാന്തി രാജസ്ഥാനിലെ തോമസ് ജോർജ് പാസ്റ്ററുടെ കേസിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശുഷ്കാന്തി അതിലുണ്ടായില്ല. അതെന്തുകൊണ്ട് എന്നാണ് കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ പെന്തക്കോസ്ത് സമൂഹം നാട്ടിൽ നിന്നും ഒറ്റപ്പെട്ടു പോയൊരു സമൂഹമല്ലേ? തീർത്തും ഒറ്റപ്പെട്ടു എന്ന് പറയാൻ ഒക്കെയില്ല. ചെറിയ ശബ്ദത്തിൽ പറയണം. നമുക്ക് മറ്റുള്ള പട്ടത്വ സഭകളിലെ പോലുള്ള ഒരു ഒരു കെയർ അല്ലെങ്കിൽ നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അവരങ്ങോട്ട് അപ്രൂവ് ചെയ്തിരുന്നില്ല. അതെന്തുകൊണ്ടത്? അത് നമ്മുടെ ഭാഗത്തെ കുറ്റം കൊണ്ടൊക്കെ തന്നെയാ. അതാ കുറ്റമൊന്ന് തുറന്നു പറയാനായി പറഞ്ഞ. അത് പറഞ്ഞു തുടങ്ങിയോ? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഈ നാടിന്റെ വളർച്ചയും സമൂഹത്തിന്റെ പുരോഗതിയും ഒന്നും നമ്മുടെ ആദ്യകാല പിതാക്കന്മാർ കണ്ടില്ല. സുവിശേഷത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ചവരാണ് അവര്. വളരെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടു. വേണ്ടപ്പെട്ടവരുടെ വിവാഹത്തിന് പോലും അവരെ ക്ഷണിച്ചിട്ടില്ല. എല്ലാ നിലയിലും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരാളുകളായിരുന്നു പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റിന്റെ ആദ്യകാല പിതാക്കന്മാർ. അത് നമ്മൾ 100% അംഗീകരിച്ചു വിട്ടു. എന്നാൽ ഈ സമൂഹത്തിനിടയിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് നമ്മളെ സമൂഹത്തെ ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേഷവിധാനങ്ങളിൽ പോലും നമ്മളെ അവരെ തളച്ചിട്ടു. വെള്ള വസ്ത്രം ധരിക്കണം, കളർ വസ്ത്രം ധരിക്കാൻ പാടില്ല, അതുപോലും പാപമാണ്, അല്ലെ ആത്മീയതയ്ക്ക് ചേർന്നല്ല എന്ന് വരെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു. അത് ആ കാലത്തെ ആദ്യകാലത്തെ നമ്മുടെ അപ്പച്ചന്മാർക്ക് നമുക്ക് ഇക്കാലത്തുള്ളവരുടെ ക്വാളിഫിക്കേഷനോ ലോകപരിചയമോ ഒന്നും അന്നില്ല. ബൈബിള് ആദ്യം മുതൽ അന്ത്യം വരെ ഒന്ന് തന്നെയാണ്. അതിനകത്തെ ഡോക്ട്രിൻസും പോളിസിയും എല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ അത് കാര്യകാരണ മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു 10 വയസ്സ് പ്രായമുള്ളപ്പോൾ കറ്റോട്ട്, തിരുവല്ലയ്ക്കടുത്ത് കറ്റോട്ടൊരു സഭയിൽ പാൻറ് ഇട്ടുകൊണ്ട് വന്ന ഒരു വ്യക്തിക്ക് തിരുവത്താഴം കൊടുത്തില്ല. കാരണം പാൻറ് ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ അന്നത്തെ അവരുടെ ധാരണ പാൻറ് ഇട്ടാൽ ഏതാണ്ട് പാവമാണ്. ഇങ്ങനെയുള്ള ചില മിഥ്യാധാരണകൾ നമുക്ക് ഉണ്ടായിരുന്നു. ഇനി അതിങ്ങോട്ട് വികസിച്ച് വന്ന് അന്ന് പണ്ടത്തെ കാലത്ത് മരുന്നെടുക്കാൻ പാടില്ല. ഇപ്പൊ അതെല്ലാം മാറിയല്ലോ. ബൈബിളിന് മാറ്റം വല്ലതും ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. ബൈബിളിലെ ഡോക്ടറിൻ ആദ്യം മുതൽ ഇനിയും അവസാനം വരെയും അത് ഒന്ന് തന്നെയാണ്. നമ്മളിവിടെ മരുന്നെടുക്കാൻ പാടില്ല, ആവരണം ഇടാൻ പാടില്ല, അതേസമയം വലിയ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാം ഇല്ലേ? ഇതെല്ലാം മിഥ്യയായ പരീക്ഷഭക്തിയാ. ഞാൻ പറഞ്ഞ പരീക്ഷഭക്തിയാ. പരീക്ഷന്മാരെന്തുവായിരുന്നു കർത്താവിന്റെ സമയത്ത്? ന്യായപ്രമാണത്തെ അവരെ വളച്ചൊടിച്ച് തലമുടി നാരെ കീറി പരിശോധിക്കുക. അതുപോലെ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്നേ. അത് തന്നെയുമല്ല, ഈ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന ഒരു പഠിപ്പിക്കൽ ഒന്നുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ പാടില്ലല്ലോ. പിന്നെ ഇക്കാലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്ത് മെമ്പറായി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ ഒരു പെന്തക്കോസ്തുകാരനായിരുന്നു എനിക്ക് തോന്നുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് പുതിയ തലമുറ എത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് അവരങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്നുണ്ട്. സാമൂഹ്യമായൊരു ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ജനങ്ങളുമായിട്ടുള്ള? സോഷ്യൽ വേർപാട് അനുഷ്ഠിക്കുക, മറ്റുള്ളവരിൽ നിന്ന് ദൂരം പാലിക്കുക, വി ആർ എ ചൂസൺ ജനറേഷൻ എന്നുള്ള ആ പഠിപ്പില് അത് ഏത് എക്സ്റ്റെന്റ് വരെ പോകാം എന്ന് അവർ പഠിപ്പിച്ചില്ല. ഏതൊക്കെ ആകാം, ഏതൊക്കെ ആയിക്കൂടാ, അത് മനസ്സിലാക്കി തന്നില്ല. അത് നിമിത്തം നമ്മള് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും മറ്റ് സാമൂഹികമായിട്ടുള്ള എല്ലാ കൂട്ടായ്മകളിൽ നിന്നും ആവശ്യമില്ലാത്തതിന് പോലും നമ്മൾ അകന്നകന്ന് മാറി. മാറി അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒറ്റപ്പെടുത്തുമായിരുന്നു. ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനം
ഒരു പക്ഷേങ്കിൽ തത്വാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറയുന്നത് കൈയാളാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അഴിമതിയില്ലാത്ത കൈക്കൂലിയൊന്നും വാങ്ങാത്ത നാട് നന്മ ചെയ്യുന്ന നല്ല രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നതിന് എന്താ കുഴപ്പമില്ല. അല്ല ഇവിടുത്തെ രീതിയിൽ അത് അതല്ല. അപ്പൊ ഏതായാലും അതങ്ങനെ അങ്ങ് സംഭവിച്ചു. രണ്ടാമത് പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഈ ആദ്യം പറഞ്ഞ പരീക്ഷ ഭക്തിയാണ്. വെറ്റില വെട്ടിക്കളഞ്ഞു, ഉറുക്ക് പാവമായിട്ട് വന്നു, അടയ്ക്കാമരമെല്ലാം വെട്ടിക്കളഞ്ഞു. സിനിമ കാണാനായിട്ട് പാടില്ല, സിനിമയുടെ തിയേറ്ററിന് അടുത്തൂടെ പോലും പോകാൻ പറ്റില്ല, വലിയ പാവം. അത് തന്നെ വീട്ടിൽ നിന്ന് കാണാം. അതിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. അപ്പൊ ഈ റേഡിയോ പാട്ടിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടാൽ പാവുക, ടെലിവിഷൻ കണ്ടാലും പാവുക. അപ്പൊ അങ്ങനെ ഇതെല്ലാം പാവമായിട്ട് നമ്മള് പരിഗണിച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത പാവങ്ങളായി പാവത്തിന്റെ പട്ടികയിൽ നമ്മൾ ചേർത്ത്. അതെ. എന്നാൽ ദൈവം ഇതെല്ലാം കണ്ട് ചിരിക്കുക ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് ബൈബിളിനെ നമ്മൾ വരച്ച് കാണിക്കേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെയല്ലേ. നമ്മുടെ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം ആദിയിൽ തന്നെ അവസാനം കാണുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം അപ്രൂവ്ഡ് ആണോ? നമ്മൾ പറയുമോ സമുദായക്കാരാണോ, അവർ സ്ഥാനപ്പെട്ടില്ല, അവർ സ്വർഗത്തിൽ പോവില്ല, അവരെ അടുപ്പിക്കാൻ പറ്റുകയില്ല, അവര് കിഴക്കോട്ട് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ എന്റെ പിതാവിനെ ചൊല്ലുന്നു. ഓക്കെ, കിഴക്കോട്ട് ദിക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നുള്ളൊരു പ്രാർത്ഥന ഒരു ബന്ധക്കോസുകാരൻ ചൊല്ലിപ്പോയാൽ അത് പാവമാണ്. പക്ഷെ നമ്മുടെ പല സ്ഥലത്തും ഇപ്പൊ ചൊല്ലുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അല്ലാതെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതുകൂടെ ചൊല്ലണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. വ്യവസ്ഥയിലെ വാക്യമല്ല. അതുപോലെ തന്നെ രസകരമായൊരു സംഭവം, മീശ വെച്ചാൽ പ്രശ്നമായിരുന്നു. അല്ല, മീശ വെച്ചാൽ അല്ലേ പ്രശ്നമായിരുന്നു. പിന്നെ ഈ ഒരു തമാശക്കാണേലും പറഞ്ഞു കേട്ടിട്ടുള്ളത്, പൗഡർ ഉപയോഗിച്ചാൽ സാത്താൻ പൊടിയെന്നും പറഞ്ഞ് പൗഡറിന്റെ പേരിട്ടെടുത്തു. അല്ല, സത്യം ചുമ്മാ ചിരിക്കാൻ പറയുമല്ല. അത് എനിക്ക് തോന്നുന്നത് ഈ ആത്മീയതയുടെ മുകളിൽ ചെന്നപ്പോ ആഡംബര വസ്തുക്കളൊന്നും വേണ്ട, ലളിതമായ വസ്ത്രധാരണം, ലളിതമായ ജീവിത രീതി മതി എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് വന്നത്. പക്ഷെ കാലം ഇവിടെ വരെ എത്തുമെന്ന് ആരും അറിഞ്ഞില്ലല്ലോ. അങ്ങനെയാണ് ചിന്തിച്ചതെങ്കിലും ഞാൻ അതിനു മുമ്പേ പരീക്ഷ ഭക്തി എന്ന് പറഞ്ഞേ, ന്യായപ്രമാണത്തിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാന്ന് പറഞ്ഞു. അപ്പോൾ ശബത്ത് നാളിൽ ഒരു വേലയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവര് ശാസ്ത്രിമാരും പരീക്ഷന്മാരും മഹാപുരോഹിതന്മാരും എല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിച്ചു, എന്ത് ചെയ്താൽ വേലയാകും, എന്ത് ചെയ്താൽ വേലയില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം, ഒരു കയറ് താഴോട്ട് പോയി, അത് കുനിഞ്ഞെടുത്താൽ അത് വേലയാ. എത്ര ദൂരം നടക്കാം, എത്ര ദൂരം അതിന് പരിധി കഴിഞ്ഞാൽ അത് വേലയായി. അതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞത്, ഒരു ശബത് വഴി ദൂരം അത് തിട്ടപ്പെടുത്തി വെച്ചേക്കുക. ഒരു ശബത് നാളിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോഴേ കർത്താവ് ചോദിച്ചു, നിന്റെ ആടോ കരുതിയോ കിണറ്റി വീണ നീ അതിനെ എടുക്കും. അപ്പൊ ഈ നിസ്സാരമായ ഈ കാര്യങ്ങളാണ് അവര് ആത്മീയതയുടെ മാനദണ്ഡമായിട്ട് കണ്ടിരിക്കുന്നത്. ജീവിതം എങ്ങനെയാകാം, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇക്കാലത്ത് ജീവിക്കുമ്പോൾ എല്ലാവരുമായിട്ട് സഹകരണവും സൗഹാർദ്ദവും സ്നേഹവും. ടെലിവിഷനും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ 1983 ബഹ്റിനിൽ പോകുന്ന സമയത്ത് ടെലിവിഷൻ കാണാൻ പാടില്ലായിരുന്നു. അന്ന് പാസ്റ്റർ CT ജോസഫ്, അദ്ദേഹം ഞങ്ങളുടെ പാസ്റ്റർ. അദ്ദേഹം പറഞ്ഞു, ടെലിവിഷൻ കാണുന്നത് തെറ്റാ, അതുകൊണ്ട് എല്ലാവരും ടെലിവിഷൻ വാങ്ങിച്ച് ബെഡ്റൂമിൽ വെച്ച കാര്യം. പാസ്റ്റർ കയറി വരുമ്പം സിറ്റിംഗ് റൂമിൽ ടെലിവിഷൻ, ലിവിംഗ് റൂമിൽ ടെലിവിഷൻ കണ്ടാൽ അത് പാപമാ. എത്ര ഒരർത്ഥത്തിൽ വിവരക്കേട് തന്നെയാണ്. ബൈബിളിലെ വചനങ്ങളുമായിട്ടും വാക്യവുമായിട്ടും ടെലിവിഷൻ ഒത്തുകിടക്കുക എന്ന് പറഞ്ഞാൽ, അന്ത്യകാലത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വരുന്ന ഒരു വൃക്ഷങ്ങൾ, അത് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എലിയാവും മോശയും, അവിടെ പീഡനകാലത്ത് വെട്ടേറ്റ് കിടക്കുന്നത് ലോകത്തിലുള്ള സകല മനുഷ്യരെ എങ്ങനെ കാണുന്നേ? ടെലിവിഷൻ മുഖാന്തരം കാണാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും. ഇപ്പം അസോൺ ടുഡേ ഇതുവരെ റിവീൽ ആയിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അത് ടെലിവിഷനാണ്. ഇത് നാളെ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാവും നമുക്കറിയില്ല. കാര്യം സയൻസ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക. അതെ. പിന്നെ അതുപോലെ തന്നെ ഈ ടെലിവിഷൻ ചാനലിന്റെ ഒരു പ്രോഗ്രാമിന് ഞങ്ങളെല്ലാം കൂടി വിളിച്ചു കൊച്ചിയില്. ടെലിവിഷൻ ചാനലിന്റെ പ്രോഗ്രാം എന്ന് പറയാനല്ല, പവർ വിഷന്റെ ഒരു ചാനൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഈ പവർ വിഷന്റെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗോകുല ഹോട്ടലിൽ നടന്ന ഒരു പ്രസ് കോൺഫറൻസാണ്. അപ്പൊ ഈ പ്രസ് കോൺഫറൻസിൽ പാസ്റ്റർ KC ജോണാണ് എല്ലാവരും വിളിച്ചു കൂട്ടിയത്. അന്ന് ഈ അവിടെ വെച്ച് 2 ചാനലുകൾ തുടങ്ങുന്നതായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒന്ന് വിക്ടറി ചാനൽ, മറ്റൊന്ന് പവർ വിഷൻ ചാനൽ. അപ്പൊ അന്ന് സൂര്യയുടെ അനിൽ നമ്പ്യാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അദ്ദേഹം ജനജീവിലം കണ്ടെന്ന് തോന്നുന്നു.
ഈ സൂര്യ പുള്ളി എഴുതിട്ട് ചോദിച്ചു, ടെലിവിഷൻ കാണാത്ത സിനിമ കാണാത്ത നിങ്ങൾക്ക് എന്തിനാ ചാനൽ എന്ന് ചോദിച്ചു. ചാനൽ എന്ന് ചോദിച്ചു. അപ്പൊ അതിനെ വിദഗ്ധമായൊരു മറുപടി കെ.സി. ജോൺ പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞെന്ന് ഓർക്കുന്നില്ല. അപ്പൊ ജനത്തിനിടയിൽ ഇതെല്ലാം അറിയാം. ടെലിവിഷൻ നമ്മുടെ ഒരു പ്രസ് കോൺഫറൻസ് പോലും കാര്യമായിട്ട് അവര് ഇട്ടിട്ടില്ലല്ലോ. പെന്റിക്കോസ്റ്റൽ കോൺഫറൻസ് ഓഫ് ഇന്ത്യ PCI സെന്റനറി സെലിബ്രേഷൻ 100ാം വർഷത്തിൽ ട്രിവാൻഡ്രത്ത് പത്രസമ്മേളനം നടത്തി. വലിയ ഭയങ്കരമായ രീതിയിലായിരുന്നു. അവർ എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഒരു സെന്റൻസ് പോലും അതേക്കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം നമ്മളെ പിതാക്കന്മാരുടെ കുഴപ്പം നമ്മൾ പറയുന്നില്ലെങ്കിൽ അവർ ദീർഘവീക്ഷണമില്ലായ്മയല്ലേ ഇതിനെല്ലാം ഒരു അവരുടെ അറിവില്ലായ്മ ദീർഘവീക്ഷണ അന്നത്തെ അവരുടെ അറിവ്. പിന്നെ വേറൊരു കാര്യമാണ് സാറേ, പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റി കേരളത്തിൽ എത്രമാത്രം കാണും മറ്റുള്ളവരെ അപേക്ഷിച്ച്? ഇപ്പൊ ഈഴവ സമുദായത്തിലാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ നേതാവായിട്ട് നിൽക്കുന്ന അത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. നായർ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. പിന്നെ സമുദായ സഭകൾ എന്ന് പറഞ്ഞാൽ പട്ടത്ത സഭകളിലുള്ളവരെല്ലാം വലിയൊരു കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ട്. നമ്മളെത്ര പേരുണ്ട്? അല്ല, നമ്മൾ എണ്ണത്തിൽ കുറവൊന്നുമല്ല. അല്ല, നമ്മളെ അവഗണിച്ചാലും നമ്മുടെ വോട്ട് ബാങ്ക് അവർക്ക് അതിന് സ്വാധീനിക്കാൻ പറ്റുന്ന ചില മേഖലകളിൽ വോട്ട് ബാങ്ക് നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം ഇപ്പൊ എന്ന് പറയുന്നത്, ഇന്നും നമ്മളെ അംഗീകരിക്കാനായിട്ട് മറ്റ് ക്രൈസ്തവ സഭകളും രാഷ്ട്രീയ പ്രവർത്തകരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം തെറ്റാന്ന് പറയുമ്പോൾ നമ്മുടെ പല മീറ്റിങ്ങുകൾക്കും എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ മുകളിൽ ചെന്ന് MLA MP കണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സാധിച്ചിരുന്നത്. അതുപോലെ തന്നെ വലിയൊരു കുഴപ്പമായിരുന്നു, വായനാശീലവും നമ്മുടെ ഇടയിൽ പാടില്ലായിരുന്നല്ലോ. പത്രവാസികൾ വായിക്കാൻ അനുവാദമില്ലായിരുന്നല്ലോ. അതൊക്കെയാ പറഞ്ഞത്, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു ചെയ്തു പോയ കാര്യങ്ങൾ. അതിനും വായന ശീലം ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ മറ്റു കാര്യം, നഴ്സിംഗിന് പോയാലും കുഴപ്പമായിരുന്നു. അന്ന് കാലത്തൊക്കെ നഴ്സിംഗിന് പോകുന്നത് ഏതാണ്ട് ഡേർട്ടി ജോബിന് പോകുന്ന പോലെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുമായിരുന്നു പെൺകുട്ടികൾ. ഇന്ന് സത്യത്തിൽ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളുടെയും വീടുകൾ രക്ഷപ്പെട്ടു പോയത് നഴ്സസിനെ കൊണ്ടാണ്. അവരുടെ ത്യാഗോജ്വലമായ സേവനം തന്നെയാണ്. അവർക്കുള്ള ഓപ്പണിംഗ് വെളിയില് ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് സ്റ്റൈഫൻഡ് കൊടുത്ത് ഇങ്ങോട്ട് കിട്ടിപ്പോ അവര് പഠിക്കുമായിരുന്നു. ഇന്നിപ്പം ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് കൊടുത്താണ് നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. അതെ. അപ്പൊ ഈ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ നമ്മളെ ഈ തേങ്ങ ചോരുന്നത് കണ്ടില്ല, എള്ളി ചോരുന്നത് കണ്ടു എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. എള്ളി ചോരുന്നത് കണ്ടില്ല, എള്ളി വരുന്നത് കണ്ടു, തേങ്ങ ചോരുന്നത് കണ്ടില്ല, അങ്ങനെ പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം കാലത്തിന്റെ കുത്തൊഴുക്കിൽ, പ്രയാണത്തിൽ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെ കാണാനായിട്ടുള്ള ദീർഘവീക്ഷണം നമ്മുടെ ആളുകൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതൊരു സത്യമാണ്. നമ്മളൊരു 50 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന വസ്ത്രധാരണം അല്ല ഇന്നുള്ളത്. അന്നത്തെ ഭക്ഷണ രീതി അല്ല ഇന്നുള്ളത്. അന്ന് യാത്ര ചെയ്ത പോലെ അല്ലേ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അന്നത്തെ വീടല്ല നമ്മുടെ ഇന്നത്തെ വീടെന്ന് പറയുന്നത്. വിദ്യാഭ്യാസ സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. അന്നത്തെ പോലെയല്ല, പിള്ളേരെല്ലാം പഠിക്കണം, ഒരു നല്ല നിലയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ സമൂലമായൊരു മാറ്റം ഉണ്ടായപ്പോഴും ഇത് ജനത്തിനറിയാം, പബ്ലിക്കിലറിയാം. നമ്മള് ഇണയില്ലപ്പിണ കൂടുതലെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. ഇണയില്ലപ്പിണ കൂടുന്നതിന്റെ അതിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഞാൻ ഒരു ബൈബിൾ ടീച്ചർ പറഞ്ഞത് ഞാൻ കേൾക്കുന്നുണ്ട്. അവരുമായിട്ട് നമുക്ക് കൂട്ടാകാം, കൂട്ടായ്മ പാടില്ല. നമ്മളൊക്കെ ഇപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു കത്തോലിക്കനാണെങ്കിൽ അവനുമായിട്ട് അവൻ നമ്മുടെ വൈരിയല്ലല്ലോ, നമ്മുടെ സഹോദരനാണ്. നമുക്ക് അവനുമായിട്ട് എന്തോ വിരോധം. നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ പിശാച് മാത്രമേ ഉള്ളതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അവൻ കല്ലടിക്കുമ്പോൾ നമ്മൾ കൂട്ടായ്മ കൊണ്ട, അവനുമായിട്ട് കൂട്ടുവെക്കുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ സ്വർണ്ണാഭരണം ഒരു വിഷയമല്ല. സ്വർണം അതിപ്പോഴും വലിയ വിഷയമാണ്. പക്ഷെ ഇപ്പം ധരിക്കുന്നവർക്ക് വേണേൽ ധരിക്കാം, ധരിക്കേണ്ടാത്തവർക്ക് ധരിക്കണ്ട. പല ചർച്ചകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ധരിച്ചിട്ട് ആരാധനയ്ക്ക് വരുന്നു, പാശമൊന്നും വിലക്കുന്നില്ല. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് സ്നാനപ്പെടാനായിട്ട് തയ്യാറെടുത്ത് വന്ന ഒരാളുടെ കയ്യിൽ ഒരു മോതിരം കണ്ടുകൊണ്ട് സ്നാനപ്പെടുത്ത പാസ്റ്റർ പുള്ളിയെ മാറ്റി നിർത്തി. ചോദിക്കട്ടെ, കർത്താവ് എപ്പോഴാ വരുന്നത് നമുക്കറിയത്തില്ല, അല്ലെ നമ്മുടെ മരണം എപ്പോഴാ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ആ മാറ്റി നിർത്തിയ വ്യക്തി അടുത്ത ദിവസം മരിച്ചു പോയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ കർത്താവ് വന്നിരുന്നെങ്കിലോ, അല്ല എടുക്കപ്പെടുമ്പോ 50,000 ചുരിദാർ മേടിക്കാം, 1 ലക്ഷം രൂപയുടെ സാരി കൊടുക്കാം. പക്ഷെ നമ്മൾ 1 ഗ്രാമിന്റെ മറ്റൊരു നമ്മുടെ പെങ്കൊച്ചുങ്ങൾ ആരെങ്കിലും മൊത്തമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന പാസ്റ്റർക്ക് ഇത് മാത്രമേ ഉള്ളായിരിക്കും വിഷയം. ഇത് മാത്രമേ വേദപുസ്തകത്തിലെ എവിടെങ്കിലും ഉള്ള പൊട്ടുപൊടി വാക്യങ്ങളൊക്കെ എടുത്തിട്ട് കരുവേലകത്തിന്റെ ചോട്ടി പണ്ട് കുഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് ഈ നമ്മൾ ക്ഷണിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തി
ഒരു സമുദായക്കാരനാണ്. നമ്മുടെ ഒരു യോഗത്തിന് വന്നു കഴിഞ്ഞാൽ അന്ന് ഈ പാസ്റ്റർക്ക് ആത്മാവ് കയറിയിട്ട് ഈ ഇയാളെ കുത്തി സംസാരിക്കും. പിന്നെ ആഴ്ചയാകും നമ്മളോട് അല്ല, ഇവിടെ പിതാക്കന്മാര് ആഭരണം പാടില്ല, സ്വർണം പാടില്ല, വിലയേറിയ വസ്തുക്കളൊന്നും പാടില്ല എന്ന് പറയുമ്പോഴ് അവിടെ തലമുറകളൊക്കെ ഇന്നെല്ലാം ധരിക്കുന്നുണ്ട്. എല്ലാരും ധരിക്കുന്നുണ്ട്. ഒരേ പോളിസി തന്നെ ഇവിടെ ഒരു പോളിസി. ഇവിടെ ആഭരണം ധരിക്കാൻ പാടില്ല. തമിഴ്നാട്ടോട് എന്നാ ധരിക്കാൻ ഒരു കുഴപ്പമില്ല. അമേരിക്കയിൽ ചെന്നാൽ നിനക്ക് ഇഷ്ടം പോലെ. തമിഴ്നാട്ടിലാണ് പാസ്റ്റർമാർക്കെല്ലാം കപ്പട മീശയുണ്ട്. അത് ഇതിനകത്ത് ഈ ആഭരണം ധരിക്കലുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ ഒരു സംഭവം ഒരു പ്രാവശ്യം ഗുഡ് ന്യൂസിന്റെ ചെയർമാൻ BMR സാർ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്. വാഗ്ദാനത്ത് അവരുടെ ചർച്ചിലാണോ പുറത്താണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഒരു ചർച്ചിൽ ഒരു പെൺകുട്ടി ഒരു കാപ്പ് ധരിക്കുമായിരുന്നു. ഇവിടെ ജനിച്ചത് കാശ്മീരിലാണ്. അപ്പൻ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ റിട്ടയർ ആയി കഴിഞ്ഞപ്പോ ഈ കൊച്ചു അവരെല്ലാം കൂടെ കോട്ടയ്ക്ക് താമസം മാറി വന്നു. അപ്പൊ ആരാധനയ്ക്ക് വരുമ്പോ ഈ കാപ്പ് ഇട്ടുകൊണ്ട് ഈ പുള്ളിക്കാർ വരുമായിരുന്നു. അപ്പൊ ചർച്ചിൽ 2 ഗ്രൂപ്പായി. സ്വർണം വള ധരിച്ചിരിക്കുന്നു, അതുകൊണ്ട് തിരുവത്താഴം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞു അതല്ല, കാലം മാറിപ്പോയി, അവൾ അവിടെ ജനിച്ച കുട്ടിയാണ്, ആ സംസ്കാരത്തിൽ വളർന്നതാണ്, പക്ഷെ നല്ല കുട്ടിയാണല്ലോ, സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല, കൊടുക്കാമെന്നായി. അങ്ങനെ തർക്കം മൂത്ത് കഴിഞ്ഞപ്പോൾ ഈ പട്ടാളം മേജർ, അയാൾ വലിയ മനുഷ്യരായിരുന്നു, അയാൾ പറഞ്ഞു നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാകണ്ട, ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം, ആഭരണത്തിന്റെ പ്രശ്നത്തിൽ നിങ്ങൾ ചർച്ച സ്പ്ലിറ്റ് ആകേണ്ട കാര്യമില്ല. അങ്ങനെ ഇദ്ദേഹം ഈ കാപ്പ് കൊണ്ടുവന്ന് വാഗ്ദാനത്തൊരു ടൗണിൽ ഒരു സ്വർണ്ണപ്പണിക്കാരനെ ഏൽപ്പിച്ചിട്ട് ഒരു ചെയിൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു, വാച്ചിന്റെ ചെയിൻ. അദ്ദേഹത്തെ വറുത്ത് മുറിച്ച് നല്ല കുട്ടിയും കുളത്തൊക്കെ വെച്ച് നല്ല ഒന്നാമതൊരു വാച്ചിന്റെ ചെയിൻ അത് കൊടുത്തു. ആ കൂടെ പുള്ളിക്കാരൻ വാച്ച് കൂടെ മേടിച്ചു കൊടുത്ത് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. പിറ്റേ ആഴ്ച ചെന്നപ്പോ ഈ കാപ്പ് സ്വർണ്ണ ചെയിനും സ്വർണ്ണ വാച്ചുമായിട്ട് കൈ കിടപ്പുണ്ട്. പ്രശ്നം തീർന്നു. ഇത് നടന്ന സംഭവം. അതിന് കുഴപ്പമില്ല. BM മാത്യൂസ് സാർ, ഗുഡ് ന്യൂസിന്റെ സ്ഥാപക ചെയർമാനായ BMR സാർ എന്നോട് പറഞ്ഞ കാര്യമായത്. കാരണം ഞങ്ങള് ക്രൈസ്തവ തുടങ്ങിക്കഴിഞ്ഞ ഒരു 5 വർഷം, ഒരു 10, 15, 20 വർഷം മുമ്പ് ഞങ്ങൾ ഒരു ചർച്ച നടത്തിയത് ഇതേക്കുറിച്ച്. അന്നേരമാണ് സാറി അഭിപ്രായം എന്നോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് സത്യത്തിൽ നമ്മുടെ കയ്യിലെ കുഴപ്പങ്ങൾ കൊണ്ട്, അത് പിതാക്കന്മാരുടെ കുഴപ്പമൊന്നും നമ്മൾ പറയുന്നില്ല, അവർക്ക് ദീർഘവീക്ഷണോ ഇല്ലാഴിയോ ഇവരൊക്കെയാണോ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു, അറിവില്ല കൊണ്ടാണ് വെറ്റിലെ പാക്ക് വെട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെ സിനിമ കാണാൻ പാടില്ല, റേഡിയോ പാട്ട് കേൾക്കാൻ പാടില്ല, നഴ്സിങ്ങിന് പോകാൻ പാടില്ല, ടെലിവിഷൻ കാണാൻ പാടില്ല, റേഡിയോ കേൾക്കാൻ പാടില്ല. അപ്പൊ ഈ വാസ്തവത്തിൽ ഈ റേഡിയോയുടെ ഒക്കെ മിനിസ്ട്രി എത്ര ഭയങ്കരമായിരുന്നു. അടുക്കളയിലെ ഇപ്പൊ പ്രത്യേകിച്ച് കമ്മ്യൂണിസം ഒക്കെ അതിശക്തമായി നിന്ന 3-2 രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് രാജ്യത്തിന്റെ കീഴിലായിരുന്നല്ലോ. ആ കാലത്തൊക്കെ ഈ റേഡിയോ അടുക്കള വരെ ചെല്ലുമല്ലോ. എവിടെയും കേൾക്കാൻ പറ്റുന്ന ഒരു സുവിശേഷ മാധ്യമം എത്ര ഭയങ്കരമാ. കോടിക്കണക്കിന് ആളുകളാണ് സുവിശേഷം കിട്ടുന്നത്. ടെലിവിഷൻ ഇപ്പോഴങ്ങനെ എത്രയോ ചാനലുകൾ ചെയ്യുന്നുണ്ട് സുവിശേഷം. അപ്പൊ ഈ ശാസ്ത്രീയ പുരോഗതിയൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ പുരോഗതിക്കും ബൈബിളിന്റെ പ്രചരണത്തിനും ഒക്കെ കാരണമായിട്ടുണ്ട്. ഏത് കാര്യം എടുത്താലും അതിനകത്ത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇപ്പോഴത്തെ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നു, അതിനകത്ത് എന്തെല്ലാം ഡേർട്ടി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേസമയം അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, നല്ല കാര്യങ്ങൾ, സുവിശേഷം എന്ന് മാത്രം പ്രചരിപ്പിക്കുന്നു, ഇല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് തൊട്ടുകൂടാത്തത് നമ്മൾ മാറ്റിവെക്കുക, വചനവുമായിട്ട് ചേർന്ന് പോകാത്തത് നമ്മൾ മാറ്റി. ഇനി വേറൊരു വശം കൂടെ ഉണ്ട്, നമുക്ക് പറഞ്ഞ് തീർക്കാൻ സമയമായി. ഒത്തിരി ആളുകളായി സംസാരിച്ചു കഴിഞ്ഞാൽ സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ പറയുന്നത്. ഇനി രസമതല്ല, ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വന്നു, പക്ഷെ നമ്മുടെ പബ്ലിക്കിന് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോഴും ഏതാണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗം എന്നുള്ള നിലയാണ് ജനസമൂഹം പെന്തിക്കോസ്തുകാർ ഇപ്പോഴും കാണുന്നത്. പച്ച മലയാളത്തിൽ പറയും ഇവരം കെട്ടൊരു സമൂഹം എന്നാ കണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ബൈബിൾ ഡോക്ട്രിൻസ് ഇത്ര കൃത്യതയോടെ പാലിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം ഭൂമിയിൽ ഇല്ല. വളരെ കറക്റ്റാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞ കാര്യമാണ്. പക്ഷേ സമൂഹം നമ്മളെ അങ്ങനെയാണ് ഇപ്പോഴും കൽപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ഇതെല്ലാം മാറി ആഭരണം ധരിക്കുന്നവർ കൂടെ ധരിക്കാതിരിക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ ടെലിവിഷൻ വീട്ടിൽ സ്റ്റുഡിയോകൾ വരെ ആയിട്ടുണ്ട്. റേഡിയോ പാട്ട് കേൾക്കുന്നുണ്ട്, വില കൂടിയ വസ്ത്രം ധരിക്കുന്നുണ്ട്, മീശ വെക്കുന്നുണ്ട്. ആഡംബരത്തിന്റെ അങ്ങേ അറ്റം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അന്നത്തേതിൽ നിന്നും വിശുദ്ധിയും വേർപാടും പാലിച്ചുള്ള ധാർമ്മിക ജീവിതം, അത് നമ്മൾ അന്ന് തുടരുന്ന പോലെ ഇതും തുടരണം. തീർച്ചയായിട്ടും. പക്ഷെ ജീവിതത്തിന്റെ ഈ സംസ്കാരം, കൾച്ചറിലും ജീവിത ശൈലിയിലും, ഉദാഹരണമായിട്ട് വസ്ത്രമായാലും ഭക്ഷണമായാലും മറ്റെല്ലാ നിലയിലും ഇതിലൊക്കെ തന്നെ ഒരു മാറ്റം പ്രകടമായിട്ട് നമ്മുടെ വന്നിട്ടുണ്ട്. മറ്റു മനുഷ്യരുമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏക വ്യത്യാസം ആഭരണം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. അതും ഗ്രാജുവലി മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള്
പെന്തിക്കോസ്തുകാർക്ക് ഒരു പേരുണ്ട്. കാരണം അടിപിടിയില്ല, അക്രമമില്ല, ബസ്സിന് അള്ളു വെക്കുന്നില്ല, സമരമില്ല, പിക്കറ്റിംഗ് ഇല്ല, രാഷ്ട്രത്തിനും സമൂഹത്തിനും പോലീസിനും തലവേദന ഉണ്ടാക്കാത്ത ഒരു നല്ല ദോഷവും ജീവിതശൈലി തന്നെയാണ് നമുക്കുള്ളത്. Correct. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളേതോ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു അത്ഭുത ജീവികളാണ് ഇവര്. സമൂഹമായിട്ട് ഒരു ഇവര് കടപ്പാടില്ലാത്തവരാണ് നമ്മളെ കാണുന്ന അങ്ങനെ കാണുന്നത് അങ്ങനെ. ആ. പക്ഷെ ഇപ്പൊ അതിന് മാറ്റം വന്നിട്ടില്ല വെച്ചാ, മാറ്റം വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷെ അത് സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ലല്ലേ. അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടി? ആ. വേറൊരു കാര്യമാണ് സാറേ, ബന്ധക്കോസുകാർക്ക് മാത്രമല്ല ഉള്ളൂ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമില്ലാത്തത്. അതെ, ഈവൻ അതെ. ബ്രദറുകാർക്ക് പോലും ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതെ 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 അതെല്ലാം പബ്ലിക്കിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ലേ. അതെ അതെ ഒരു സ്കൂൾ തുടങ്ങി ഇവിടെ പെന്തക്കോസുകാരെ മാത്രമേ ചേർക്കാൻ ഒക്കുള്ളൂ എന്ന് പറയാൻ ഒക്കും. എല്ലാവരും വരും ഇല്ലേ? അതെ അതെ അതെല്ലാം ജനറൽ സമൂഹത്തിൽ നമുക്കൊരു അപ്രൂവലാ. അതെ അതെ നമുക്കെന്തോ ഉണ്ട്? അതെ 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 നമുക്കൊരു സ്കൂള്, ഇപ്പം ചില ആൾക്കാർ വന്നപ്പോൾ ബിലീവേഴ്സിലെ KP യോനാൻ ചെയ്ത പോലെ സ്കൂളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. ഉണ്ട്. പക്ഷെ നല്ല ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ? അതെ 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 അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തെങ്കിലും ഉണ്ടോ എന്ന്? ഒന്നുമില്ല. എന്നാൽ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ നമ്മള് ആ നിലയിലേക്ക് നമ്മൾ പോയില്ല. കാരണം കർത്താവ് എത്രയും വേഗം വരും. ധർമ്മ സ്ഥാപനങ്ങളൊന്നും വേണ്ട, ആഡംബര ജീവിതം വേണ്ട, ലളിത ജീവിതം മതി എന്നൊക്കെയുള്ള ഒരു ചിന്തയിലായിരുന്നു പോയത്. അതാണ് നമ്മളെ ഈ ഗുണകരമായെങ്കിലും ഒട്ടു വളരെ കാര്യങ്ങൾ കുഴപ്പത്തിൽ കൊണ്ടുപോയി. വായനക്കാർ ഇത് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക. നമസ്കാരം.